എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ചിങ്ങക്കൂറുകാർക്ക് വേണ്ടി. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുകയാണ്, അടുത്തത് അഷ്ടമശനിയാണ്. എല്ലാവരും വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്നാലും ഇടയിൽ വരുന്ന ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു കാലഘട്ടമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു വർണ്ണം ആകിയ ഒന്നിൻ്റെയും ചാരെ നിൽക്കുന്നതല്ല. ഭൂമിയിലുള്ള സർവ മനുഷ്യരാശിക്കും ജീവിതത്തിന് ഉതകുന്ന വിധം ഉള്ള ഒരു വലിയ ശാസ്ത്രമാണ്. ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരുടെ കാൽക്കളിൽ വീഴുകയും ചെയ്യുന്ന പ്രവണത ഒഴിവാക്കണം. നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത ബുക്കുകൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജ്യോതിഷമെന്ന് പറയുന്നത് ഒരു പരമസത്യമാണ്. അതിൽ പരിഹാരങ്ങളില്ല. പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പണം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത്. ഇപ്പോൾ വ്യാഴമാറ്റം ഉണ്ടാകുന്ന തീയതിയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാക്യ പഞ്ചാംഗത്തിൻ്റെ കണക്കനുസരിച്ച് 2025 മെയ് മാസം 11 വ്യാഴം ഗ്രഹം മിഥുനത്തിൽ കാലെടുത്ത് വയ്ക്കുന്നു. 2025 ഒക്ടോബർ മാസം 8 വ്യാഴം കടകത്തിൽ സ്ഥാനം മാറുന്നു. 2025 നവംബർ 18 അന്ന് വ്യാഴം വക്രഗതിയിൽ യാത്ര ആരംഭിക്കുകയാണ്. 2026 ജനുവരി മാസം 17 വീണ്ടും വ്യാഴം മിഥുനത്തിൽ വന്ന് ഇരിക്കുന്നു, വക്രഗതിയിൽ തന്നെ. 2026 മാർച്ച് മാസം 17 വക്ര നിവർത്തിയാകുന്നു. 2026 മെയ് മാസം 26 വരെ മിഥുനത്തിൽ വ്യാഴം തൻ്റെ യാത്ര തുടരുകയാണ്. തിരുഗണിത പഞ്ചാംഗ കണക്കനുസരിച്ച് 2025 മെയ് മാസം 14 വ്യാഴം മിഥുനത്തിൽ സ്ഥാനം മാറുന്നു. 2025 ഒക്ടോബർ മാസം 16 വ്യാഴം കർക്കിടകത്തിൽ വരുന്നു. 2025 നവംബർ 11 വ്യാഴം വക്രഗതി ആരംഭം. 2025 ഡിസംബർ 7 വ്യാഴം വീണ്ടും മിഥുനത്തിൽ വരുന്നു, അതും വക്രഗതിയിൽ തന്നെ. 2026 മാർച്ച് മാസം 11 വ്യാഴം വക്രഗതി നിവർത്തിയാകുന്നു. വീണ്ടും മെയ് മാസം 26 വരെ മിഥുനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. വ്യാഴത്തിൻ്റെ 2025-26 സഞ്ചാരം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 5 മാസം മിഥുനത്തിൽ ഇരിക്കുകയും വീണ്ടും ഒരു 100 ദിവസം കടകത്തിലിരിക്കുകയും അതിനുശേഷം വീണ്ടും മിഥുനത്തിൽ വന്നിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഏകദേശം 8-8.5 മാസം മിഥുനത്തിലിരിക്കുന്ന ഫലവും ബാക്കിയുള്ള 3 മാസം 3 ചില്ലറ മാസം കടകത്തിൽ വ്യാഴമിരിക്കുമ്പോഴുള്ള ഫലവുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കണക്കുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. ചിങ്ങ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചിങ്ങരാശിക്ക് ഇപ്പോൾ ലാഭസ്ഥാനം എന്ന് പറയുന്ന 11ാം ഇടത്തിലേക്ക് വ്യാഴം വരികയാണ്. നിങ്ങൾക്ക് 5-നും 8-നും അധിപതിയായ വ്യാഴം ലാഭസ്ഥാനത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അപരിമിതമായ വളർച്ച ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതുമാത്രമല്ല, വ്യാഴം ഇപ്പോൾ വന്ന് ഇരിക്കാൻ പോകുന്ന മിഥുന രാശി എന്ന് പറയുന്നത് നിങ്ങളുടെ ധനസ്ഥാനാധിപതിയുടെ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് പണപരമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കണ്ടകശനിയുടെ പിടിയിൽ അകപ്പെട്ട് വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം 2025 തുടങ്ങുമ്പോൾ തന്നെ, ഒരു വർഷമല്ല അതിൽ കൂടുതലുണ്ട്, 2025 തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങാൻ പറ്റും. പിന്നെ ഏകദേശം 2026 മെയ് മാസം 26 വരെ എന്ന് വെച്ചാൽ മെയ് മാസം മുഴുക്ക വ്യാഴം നിങ്ങൾക്ക് 11ാം ഇടത്തിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2-8 ആകിയ ഇടങ്ങളിൽ അമർന്ന് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ശരീരത്തിനും പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്ന രാഹു കേതുക്കൾ അവിടെ നിന്നും മാറുന്നത് തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഈ കഴിഞ്ഞ 1.5 വർഷത്തിന് മുകളിലായിട്ട് കണ്ടകശനിയും 2, 8
ഇടത്തിൽ രാഹുവും കേതുവും 10-ാം ഇടത്തിൽ വ്യാഴവും ഇരുന്ന് നിങ്ങളെ ഇനി ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ അനുഭവിക്കാൻ ഉള്ള ഒരു കഷ്ടവും ഇനി അനുഭവിക്കാനില്ല എന്നുള്ളതാണ് ഒരു മഹത്തായ സത്യം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങൾ വന്നവരുണ്ട്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ ശനി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉഗ്ര പാർവയിടുന്ന സമയമാണ്. ഒരുപാട് അസുഖങ്ങൾ, മാറാവ്യാധികൾ, പ്രമേഹത്തിൽ എന്ന് വെച്ചാൽ ഷുഗർ പോലുള്ള അസുഖങ്ങൾ വന്നവരുണ്ട്, മാറാത്ത തോൽ വ്യാധികൾ വന്നവരുണ്ട്, വാദസംബന്ധപ്പെട്ട അസുഖങ്ങൾ വന്ന് കിടപ്പിലായവരുണ്ട്, അതിന് ശുശ്രൂഷകൾ നടത്തിയിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് അസുഖങ്ങളിൽ ബാധിച്ചിരിക്കുന്നവരാണ് ചിങ്ങൻ രാശിക്കാർ. കൈകാൽ ഒടിഞ്ഞവരുണ്ട്, കൈകാൽ വീക്കം, കൈകാലിൻ്റെ മുട്ടി വീക്കം, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റാതൊക്കെ അവസ്ഥപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും ഇപ്പോഴുണ്ട്. കുടുംബം പിരിഞ്ഞു പോയവരുണ്ട്, കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് വേറെ പല വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തി ജീവിക്കുന്നവരും ഇപ്പോൾ ഈ കാലയളവിൽ ഉണ്ട്. എല്ലാം വിശ്വസിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ചുരുങ്ങിയ കാലയളവിൽ തന്നെ പിരിഞ്ഞ് വീണ്ടും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സാഹചര്യമുണ്ടായവരും ഈ കൂട്ടത്തിലുണ്ട്. തീരാവ്യാധികൾ വന്നവർ ഒരുപാട് പേരുണ്ട്. ചിങ്ങരാശിക്കാർ, ചിങ്ങരാശി സ്ത്രീകൾ, പെൺകൾ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് നടു റോഡിൽ നിൽക്കുന്നവരും ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഏതോ അറിയാതെ നമ്മുടെ നാക്കിൽ നിന്ന് വന്ന വാക്കിനു വേണ്ടി ഇത്രയും കാലവും അപമാനം സഹിച്ചും കഷ്ടങ്ങൾ സഹിച്ചും മുന്നേറുന്ന ചിങ്ങരാശിക്കാരും ഈ കൂട്ടത്തിലുണ്ട്. വളരെ വിഷമത്തോട് പറയുകയാണ്, ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ചിങ്ങരാശിക്കാരും ഉണ്ട്. ഈ കണ്ടകശനി ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ സുറുസുറുപ്പോടെ വളരെ ഓടി ജോലികൾ ചെയ്തിട്ടിരുന്ന ചിങ്ങരാശിക്കാർ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ളവരും ഉണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് നടക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. നിങ്ങൾ പെട്ട കഷ്ടങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ഈ വ്യാഴമാറ്റം നിങ്ങളെ ഒതുക്കി നിർത്തി നിങ്ങളെ അപമാനിച്ചവർ, നിങ്ങളുടെ പിറകിൽ നിന്ന് കുത്തി സംസാരിച്ചവരെല്ലാം നിങ്ങളെ നോക്കി കരുണയോടെ നോക്കുന്നത് നിങ്ങൾ കാണും. അതുതന്നെ നിങ്ങളുടെ ആത്മധൈര്യവും എന്തു വന്നാലും നമ്മൾ അഭിമുഖീകരിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു വിശ്വാസവും നിങ്ങളിൽ ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ആദ്യ പടിയായിട്ട് തീരും. ആദ്യം തന്നെ ഞാനൊരു കാര്യം എടുത്തു പറയാം. ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ അതാരാണോ പറയുന്നവരുടെ ഇതനുസരിച്ച് അത് വളരെ സത്യം തന്നെ ആയിരിക്കും. ചില പേർക്ക് ജ്യോതിഷം എന്ന് പറയുമ്പോൾ അതേതോ ഒരു അബദ്ധശാസ്ത്രമാണ് എന്ന് പറയാറുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സംഭവം പറഞ്ഞിട്ട് ആരംഭിക്കാം. ഈ പറയുന്ന വ്യാഴം ഗ്രഹം നിങ്ങൾക്കിപ്പോൾ 11-ാം ഇടത്തിൽ വന്ന് വാരി കോരി തരാൻ പോകുന്ന വ്യാഴം ഗ്രഹം ഒരു രാശിയിൽ ഒരു വർഷം ഇരുന്നിട്ട് ഫലങ്ങൾ കൊടുത്തിട്ടാണ് അടുത്ത രാശിയിലോട്ട് മാറുന്നത്. മൊത്തം 12 രാശിയാണ്. അപ്പോൾ ഈ 12 രാശി ചുറ്റി വരുന്നതിന് വ്യാഴം ഗ്രഹം 12 രാശിയിലും ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതിന് 12 വർഷമാകും. ഈ 12 വർഷത്തിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് നമ്മൾ പറയാറുള്ളത്. സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയാറുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഒരു വ്യാഴവട്ടം എന്നൊക്കെ. ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹം ഭയങ്കര പണക്കാരനായിരുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു വ്യാഴവട്ടക്കാലം വളരെ ദുരിതങ്ങൾ അനുഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. വ്യാഴം ഒരു വട്ടം പൂർത്തീകരിക്കുന്നതിന്, വട്ടം എന്ന റൗണ്ട് പൂർത്തീകരിക്കുന്നതിന് 360 ഡിഗ്രി പൂർത്തീകരിക്കുന്നതിന് 12 വർഷമാകും. അതിനാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യാഴം ഒരു പ്രാവശ്യം ഘടകത്തിലിരിക്കുന്ന വ്യാഴം തിരിച്ച് ഘടകത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും 12 വർഷമാകും. അതുമാത്രമല്ല, ഓരോ പ്രാവശ്യവും ഘടകത്തിൽ വ്യാഴം ഗ്രഹം ഉച്ചം അടഞ്ഞ് ഇരിക്കുമ്പോൾ ഭൂമിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. അത് പൂക്കണമെങ്കിൽ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചം അടഞ്ഞ് ഇരിക്കണം.
അപ്പോൾ കർക്കിടകത്തിൽ വ്യാഴം ഗ്രഹം വരുമ്പോൾ നീലക്കുറിഞ്ഞി പൂക്കും. ഇത് ജ്യോതിഷവും ശാസ്ത്രവും വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നീലക്കുറിഞ്ഞിയെപ്പറ്റി അറിയാത്തവർ ആരുമില്ല. കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ ആകിയ മല പ്രദേശങ്ങളിൽ ഹൈറേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെയെല്ലാം നീലക്കുറിഞ്ഞി പൂത്ത് തളിർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഗ്രഹങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, നമ്മളുടെ കൺകുളിരെ കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ 2025 മുതലുള്ള വ്യാഴമാറ്റം ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിൽ നീലക്കുറിഞ്ഞി പൂത്തതുപോലെ ഇരിക്കും. ഈ നീലക്കുറിഞ്ഞി പൂത്താലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഈ പൂ പൂത്താൽ നിങ്ങൾക്കറിയാമല്ലോ, പൂവിൻ്റെ വാസന നാടെങ്ങും പരക്കും. അത് കാറ്റ് തന്നെ ഭൂമിയിൽ ഉള്ള എല്ലാ ഇടങ്ങളിലും കൊണ്ടുപോയി എത്തിക്കും. കിളികൾ, പൂമ്പാറ്റകൾ കൂട്ടം കൂട്ടമായി വന്നു ചേരും. തേനീക്കൾ തേൻ നുകരാനായി ആമോദത്തോടെ പൂക്കളുടെ അടുത്തേക്ക് പറന്നു വരും. മലകളും കാടുകളും ആനന്ദ നൃത്തമാടും. മഞ്ഞുതുള്ളികൾ പൊട്ടിച്ചിരിക്കും. എവിടെ നോക്കിയാലും വർണ്ണശബളങ്ങളായ ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഏറെക്കുറെ ചിങ്ങരാശിക്കാരുടെ ജീവിതം സന്തോഷത്തിൽ ആടിത്തിമിർക്കും. ആദ്യം തന്നെ പറയുകയാണ്, നീലക്കുറിഞ്ഞികളിൽ തേൻ എത്തുന്ന ചിത്രശലഭങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വാരിക്കോരി തരുവാൻ വേണ്ടി എവിടെ നിന്നോ ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായിട്ട് വരും. മരവിച്ചുപോയ നിങ്ങളുടെ സ്വപ്നങ്ങളെ തട്ടി ഉണർത്തും. പൊടി തട്ടിയിരുന്ന തമ്പുരുവിൽ വിരൽപെട്ട് അതിൽ നിന്നും സംഗീതമുയരും. ആ സംഗീതം വാനത്തിൽ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് കടന്നുപോകും. നിങ്ങളുടെ ചില്ലകളിൽ കിളികൾ ചുണ്ടു ഉരസി ഇണ ചേർന്ന് കൂടുണ്ടാക്കി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വളർന്ന് ചിറകുകൾ വെച്ച് ആർത്തുല്ലസിച്ച് ജീവിക്കും. 11-ാം ഇടത്തെ വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് ഒരു സ്വപ്ന കൂട് പണിയും. 2025 മുതൽ വ്യാഴമാറ്റം മുതൽ വ്യാഴം നിങ്ങൾക്ക് 11-ാം ഇടത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവചിന്ത കൂടും. അതിന് കാരണം കേതു നിങ്ങളുടെ രാശിയിലോട്ട് വന്ന് കാലെടുത്ത് വെക്കുന്നതും ആകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഭക്തി കൂടും, ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നെല്ലാം തോന്നും. ഈ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മളുടെ ജനങ്ങൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി നമുക്ക് അന്നദാനം ചെയ്യാം, കുറേ കാശ് ചിലവാക്കി ബാനർ ബോർഡുകളൊക്കെ വെച്ച് കൂട്ടത്തോടെ ആൾക്കാരെ വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. ഒരുപാട് കാശ് ചിലവ് ചെയ്യാൻ ഉള്ളവരുമുണ്ട്, കാശ് ചിലവ് ചെയ്യാൻ കുറച്ച് കഷ്ടമുള്ളവരുമുണ്ട്. എന്നാൽ എല്ലാവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു ദേവാലയത്തിൽ വരുന്നവർക്ക് നിങ്ങൾ അന്നദാനം നടത്തിയിട്ട് ഒരു പുണ്യവും കിട്ടുന്നില്ല. നിങ്ങൾ ഇത്രയും കാശും ചിലവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ആഹാരം കഴിക്കാൻ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് കാശില്ലാതെ ഇല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ അവരെ അന്വേഷിച്ചു പോയി ഒരു പരസ്യവും ചെയ്യാതെ സോഷ്യൽ മീഡിയയിലൊന്നും ഫോട്ടോ എടുത്തിടാതെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു പൊതിച്ചോർ വാങ്ങിക്കൊടുത്താലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുണ്യം ചെയ്യും. ദേവാലയങ്ങളിൽ വരുന്നവർക്ക് നിങ്ങൾ അന്നദാനം ചെയ്തിട്ട് കാര്യമില്ല. അവരെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ദേവാലയത്തിലെ അന്നദാനം കഴിക്കാൻ വരുന്നവരായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളെ കൊണ്ട് വളരെ സന്തോഷം, സമാധാനം, ലാഭം, ആദായം എല്ലാം ഉണ്ടാകും. കുറേ കാലമായി വിവാഹം കഴിച്ചവർ പിണങ്ങി അല്ലെങ്കിൽ ഡൈവേഴ്സായി തനിയെ ജീവിക്കുന്നവർക്ക് 11-ലുള്ള വ്യാഴം നിങ്ങൾക്ക് വിവാഹത്തിനുള്ള വഴി ഉണ്ടാക്കിത്തരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി ആരെങ്കിലും കടന്നു വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ഇനി ഇതിനു മുമ്പ് സംഭവിച്ചതുപോലെ പാകപ്പിഴകളില്ലാതെ നല്ലതാ ചീത്തയാ എന്ന് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കുക. ഇപ്പോൾ ചിങ്ങരാശിയിലുള്ള ആൺ പെൺ ഇരുപാലർക്കും വിവാഹം നടക്കാനുള്ള
സാഹചര്യങ്ങൾ കൈക്കൂടി വരും. അത് വളരെയധികം ആലോചിച്ച് വിശകലനം ചെയ്ത് വേണം നിങ്ങളതിന് വാക്ക് കൊടുക്കാൻ. കാരണം നമുക്ക് അടുത്തതായിട്ട് വരുന്നത് അഷ്ടമശനിയാണ്. അതുകൊണ്ട് ചില നേരം നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഈ വ്യാഴമാറ്റക്കാലത്ത് ഒരുപാട് ചെറിയ ചെറിയ യാത്രകൾ, അതും സന്തോഷകരമായിട്ടുള്ള യാത്രകൾ, വിനോദസഞ്ചാരങ്ങൾ ചിങ്ങരാശിക്കാർക്ക് വന്നു ചേരും. പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ചിങ്ങരാശിക്കാർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മകം, പൂര, ഉത്രം, ഉത്രത്തിൻ്റെ ഒരു പാദം മാത്രമേ ഉള്ളൂ. ഈ ചിങ്ങ രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു കടങ്കഥ പോലാണ്. അത് നിങ്ങൾ ആരുടെ വേണമെങ്കിലും ജീവിതം ഉദാഹരണമായി എടുത്തു നോക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവാഹത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിന് കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ നല്ല നേരം, നിങ്ങളുടെ നേരം, ഇപ്പോൾ നടക്കുന്ന ഗ്രഹനിലകൾ എല്ലാം നോക്കി വളരെയധികം പരിശോധിച്ച് വാക്കു കൊടുക്കുക. ചിങ്ങ രാശിക്കാർക്ക് 2025 മുതലേ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. 2025 ജനുവരി 10-ാം തീയതി മുതലേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. വ്യാഴം 11-ലിരിക്കുന്ന കാലം അത്രയും നിങ്ങളുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ പോലും, വ്യാധികൾ പോലും മറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ധനാധിപതിയുടെ വീട്ടിൽ വ്യാഴം വരുമ്പോൾ സാധാരണ മറ്റ് രാശിക്കാർക്ക് 11-ൽ വ്യാഴം വരുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പണവരവും മറ്റ് സ്വത്തുക്കൾ ചേർക്കയും ഉണ്ടാകും. പുതിയതായിട്ട് ഭൂമി, വീട്, വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഒരുപാട് കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ഉള്ളതിൽ കൂടുതലായിട്ടും പണം വരാനുള്ള വഴികൾ തുറന്നിടും വ്യാഴം. ചിങ്ങരാശിക്കാർ സ്ത്രീകൾ ആഭരണങ്ങൾ വാങ്ങി നിങ്ങളുടെ അഴക് വർദ്ധിപ്പിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. ചിലരുടെ കയ്യിൽ ഇപ്പോൾ അത്രയ്ക്കൊന്നും ആഭരണങ്ങൾ ഉണ്ടാകത്തില്ല. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടും. ചിങ്ങരാശിക്കാർ പെൺകുട്ടികൾ, ഇപ്പോൾ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ, നിങ്ങളുടെ കീർത്തി നാട്ടിലും വീട്ടിലും എല്ലായിടത്തും പരക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ പാദസരം സംഗീതമാകും. സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന ചിങ്ങരാശിക്കാർ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ വളരെയധികം ശോഭിക്കുന്ന കാലമാണ്. അതുമാത്രമല്ല, നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ വളരെ ബുദ്ധിശാലിയാകെ തോന്നും. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ അനുമോദിക്കും. അതിൽ നിങ്ങൾ പുളകിതമാകും. ഇപ്പോൾ എന്തെങ്കിലും കടയോ അല്ലെങ്കിൽ തൊഴിലോ വ്യാപാരമോ ചെറിയ ചെറിയ ബിസിനസ്സുകളോ ഒക്കെ ചെയ്യുന്നവർ വ്യാഴമാറ്റത്തിലുണ്ടാകുന്ന വളരെ വലിയ മാറ്റത്തിൽ നിങ്ങൾ ഉടനെ തന്നെ പുതിയതായിട്ട് ബ്രാഞ്ചുകൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നും. ഇത്രയും കാലം ചിങ്ങരാശിക്കാർക്കുണ്ടായിരുന്ന എത്ര മരുന്ന് കഴിച്ചിട്ടും തീരാത്ത കൈ വേദന, എപ്പോൾ നോക്കിയാലും ഒരു കൈയോ വേദനയാണ്, ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ തോൾ വേദന, കഴുത്ത് വേദന, ഇങ്ങനെയൊക്കെയുള്ള വേദനകൾക്ക് ഒരു നിയന്ത്രണം വരും. നിങ്ങൾക്കതിൽ ആശ്വാസം കിട്ടും. ചില പേർക്ക് ആ അസുഖങ്ങളെല്ലാം എവിടെ പോയെന്ന് പോലും അറിയാതെ അളവുക്ക് മാറും. ചിങ്ങരാശിക്കാർ ഇപ്പം നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, വീട്ടിനടുത്തുള്ള സുഹൃത്തുക്കൾ, അയൽപ്പക്കക്കാർ, സ്കൂൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങളെ സന്ധിക്കുന്നവർ എല്ലാവരും നിങ്ങളോട് വളരെയധികം സ്നേഹത്തോട് പെരുമാറാൻ തോന്നും. അത് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ അറകളും തുറന്നിടും. ഈ ഒരു വർഷം ചാനലുകളിൽ, മീഡിയകളിൽ ജോലി ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടമെല്ലാം മീഡിയകളിൽ ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർ വളരെയധികം എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ സന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ജനുവരി മുതൽ നിങ്ങളുടെ പുകഴ് നാടെങ്ങും പരക്കും. നിങ്ങൾ ശോഭിക്കും. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. അതുമാത്രമല്ല, പണവും ഒരുപാട് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. മൊത്തത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ച് അടിച്ചു പൊളിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഉള്ളവർ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകളിട്ട് നിങ്ങളുടെ പുകഴും നാടെങ്ങും പരക്കും. യൂട്യൂബ് അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നവർ അതിൽ നിങ്ങൾ തിളങ്ങി അതിൽ നിന്നും പുകഴും വരുമാനവും അധിക അളവിന് നിങ്ങൾക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ്. വീട്ടമ്മമാർക്ക് ഇനി നിങ്ങൾ പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെ ന്യായം
നിങ്ങൾ വെക്കുന്നതാണ് ചട്ടം. ഇതുവരെ നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരം പോലും രുചിയില്ല, നിനക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളും ഭർത്താവും ഒക്കെ മനസ്സ് വേദനിപ്പിച്ച കാലഘട്ടം പോയി. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ഒരു കാലഘട്ടം വരും. നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചിങ്ങരാശിക്കാർ ജോലി ചെയ്യുന്നിടത്തിൽ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് അതുമൂലം ശമ്പള വർധനവുണ്ടാകുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം മറക്കാനാവാത്ത കുറേ മാസങ്ങളായിട്ടാണ്, ഒരു വർഷമായിട്ടാണ് നിങ്ങൾക്ക് പ്രതിഫലിക്കുക. മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ ഇരിക്കും. ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന കണ്ടകശനിയുടെയും അഷ്ടമശനിയുടെയും ഇടയിൽ വരുന്ന ഒരു വലിയ വസന്തകാലം തന്നെയാണ് ഈ കാലഘട്ടം. ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നല്ലതേ വരൂ. ഇതുവരെ കുട്ടികളില്ലായിരുന്നവർ, ഇളം ദമ്പതികൾ, വിവാഹം കഴിച്ച് 2, 3, 4, 5 വർഷമായിട്ട് കുട്ടികളില്ലാത്തവർക്ക് തീർച്ചയായും ഗുരു 11 വരുമ്പോൾ, മിഥുനത്തിലിരിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകും. ചിലർക്കെങ്കിലും ചിങ്ങരാശിക്കാർക്ക് പരമ്പര സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്വത്ത്, അപ്പാപ്പൻ്റെ സ്വത്ത് വന്നു ചേരാൻ സാധ്യതകളുണ്ട്. ഈ വ്യാഴമാറ്റം 11ാം ഇടത്തിലോട്ട് വരുന്ന കാലം മുതൽ ചിങ്ങരാശിക്ക് വളരെയധികം നന്മകൾ ഉണ്ടാകുന്ന സമയമാണ്. അതിലൊരു സംശയവുമില്ല. വരുന്ന നന്മകൾ മൊത്തം നിങ്ങളുടെ 2 കൈയും നീട്ടി നിങ്ങൾ സ്വീകരിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. ഒരു മീഡിയമാണ് കുടുംബം നടത്തുന്നവർ, നിങ്ങൾക്കും ഒരുപാട് പണവരവുണ്ട്, പണം വന്ന് ചേരും. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഭൂമി വാങ്ങുകയോ അതുപോലുള്ള കാര്യങ്ങൾ നടത്തുകയോ ചെയ്യാതെ പണം സ്വരുക്കൂട്ടി വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ അടുത്തത് അഷ്ടമശനിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയി കൈനീട്ടി നിൽക്കാതെ നമ്മുടെ കയ്യിലുള്ള പണം തന്നെ എടുത്ത് ചിലവ് ചെയ്യാൻ പറ്റും. ഇതൊരു സജഷനാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ വീടോ ഫ്ലാറ്റോ ഒക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ലോൺ അടയ്ക്കുന്നവർക്ക് ഈ കാലഘട്ടം പലിശയും മുതലും ചേർത്ത് അടച്ചു തീർക്കാനുള്ള നല്ല അവസരങ്ങൾ വന്നു ചേരും. കണ്ടകശനി വഴറ്റി വെച്ചിരുന്ന നിങ്ങളുടെ ശരീരം ഇനി ഒരു വർണ്ണപ്പൊലിവോടെ വെളിയിൽ കാണാൻ തുടങ്ങും. എത്രയൊക്കെ കുളിച്ച് പൊട്ടുതൊട്ട് മേക്കപ്പ് ചെയ്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലും നിങ്ങളുടെ മുഖത്തിനുണ്ടായിരുന്ന ആ വാട്ടം അങ്ങനെ തന്നെ ഇരുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇനി നിങ്ങൾ ഒരു മേക്കപ്പും ചെയ്യാതെ നിങ്ങളുടെ മുഖത്തിന് ഒരു ഐശ്വര്യവും ഒരു പ്രസരിപ്പും ഉണ്ടാകുന്ന കാലഘട്ടമാണ്. തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിന് ഒരു പൊന്നിൻ്റെ തിളക്കമുണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലും പൊന്ന് തിളങ്ങും. ഇത്രയും കാലം വാടിപ്പോയ നിങ്ങളുടെ മുഖം പ്രസന്നമാകുമ്പോൾ ആ പ്രസന്നമായ മുഖം കണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള അത്ര പേരും അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സമയമാണിത്. വ്യാഴമാറ്റം 11 വരുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ചിങ്ങ രാശിക്കാർ വാഹനം വാങ്ങി വീഥികളിൽ വലം വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ 11ാം ഇടത്തിൽ വരുന്ന വ്യാഴം നിങ്ങളുടെ പൂർവ്വ പുണ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് മറിച്ച് നോക്കൂ. അതിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിലുള്ള ലാഭം 10 മടങ്ങായി വർദ്ധിക്കും. ചിങ്ങരാശിക്കാർ ആരൊക്കെയായിരുന്നാലും ഏത് തുറകളിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും എല്ലാവർക്കും ഒരു വലിയ ഉയർച്ച ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ഇതിൽ ആർക്കും എതിരഭിപ്രായം പറയാനേ പറ്റില്ല. വ്യാഴം ലാഭസ്ഥാനത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ലാഭം അള്ളിക്കൊടുക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ധനാധിപതിയുടെ വീട്ടിലാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ധനലാഭങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ചിങ്ങരാശിക്കാർ കലാകാരന്മാർ, സ്റ്റേജ് ഷോ നടത്തുന്നവർ, സിനിമയിൽ അഭിനയിക്കുന്നവർ, പാടുന്നവർ, പടം വരയ്ക്കുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, നൃത്തമാടുന്നവർ, എല്ലാവരും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നവർ എല്ലാവർക്കും ഈ കാലഘട്ടം വളരെ നന്നായിട്ടിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് അതുമൂലം പുകഴും വരുമാനവും
പല മടങ്ങ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ചിങ്ങരാശിക്കാർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വരുമാനം, ഒന്നിൽ കൂടുതൽ വരുമാനം വന്നു ചേരാൻ സാധ്യതകളുള്ളതാണ്. ചിങ്ങരാശി എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ മകം 4 പാദങ്ങളും പൂരം 4 പാദങ്ങളും ഉത്രം ഒരേ ഒരു പാദവും ചേർന്നതാണ് ചിങ്ങക്കൂറുകാർ. ഇപ്പം പഠനത്തിലിരിക്കുന്നവർ, മേൽക്കൊണ്ട് പഠിക്കണമെന്നുള്ളവർ, മെഡിക്കൽ മേഖലകളിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനും പഠനം തുടരാനുമുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഡോക്ടറാവാനോ ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു നല്ല കാലഘട്ടമാണ് ഈ ജനുവരി മുതൽ. അതുമാത്രമല്ല, ചിങ്ങരാശിയിലുള്ള പെൺകുട്ടികൾ ഒരുപാട് പേർക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരം കിട്ടും. നഴ്സായിട്ടും ലാബ് ടെക്നീഷ്യനായിട്ടും പിന്നെ ഫിസിയോതെറാപ്പി അതുപോലുള്ള ഒരുപാട് സർവീസ് മേഖലകളിൽ നിങ്ങൾക്ക് പഠനം തുടരാനുള്ള അവസരങ്ങൾ ധാരാളമായി കൈക്കൂടും. ഇപ്പം തന്നെ കണ്ടകശനി തുടങ്ങിയതിന് ശേഷം ഒരു 35 വയസ്സിന് മുകളിലുള്ളവർ ആത്മീയതയിലോട്ട്, എന്ന് വെച്ചാൽ ദൈവിക ചിന്തയിലോട്ട് നീങ്ങിയവർ ഒരുപാട് പേരുണ്ട്. ഇനിയും അത് നിങ്ങൾക്ക് തുടരാനുള്ള നല്ല കാലഘട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ ചിങ്ങരാശിയിലുള്ള ഡോക്ടർമാർ ഇതുവരെ കുറേ കാലമായിട്ട് ഒരു 3-4 വർഷമായിട്ട് ഈ കുടത്തിനകത്ത് വെച്ചിരുന്ന വിളക്ക് മാതിരിയാണ്. അവരുടെ പ്രകാശം വെളിയിൽ പോകാതെ മൂടി വച്ചിരിക്കുകയായിരുന്നു. ഇനി നിങ്ങളുടെ പ്രകാശം നാടെങ്ങും പരക്കും. ഈ ഒരു വർഷക്കാലം നാടെങ്ങും പരക്കും. ഒരുപാട് കീർത്തി ഉണ്ടാവും, പണവരവുമുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയറായി വാങ്ങിക്കാൻ കാശില്ലാത്തവരും മാറ്റിയവരും ഒക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ വീട്ടിലിരുന്ന സാധനങ്ങൾ റിപ്പയറായവർ ഇപ്പം പുതിയതായിട്ട് നിങ്ങൾക്ക് TV, മിക്സി, ഗ്രൈൻഡർ എന്ന് വേണ്ട നിങ്ങൾ ആശപ്പെടുന്ന എല്ലാം വാങ്ങിച്ചു കൂട്ടാനുള്ള അവസരമുണ്ടാകും. 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ചിങ്ങരാശിക്കാർ പെൺകുട്ടികൾക്ക്, പൊന്നോമനകൾക്ക് ഈ കാലഘട്ടം ഒരു സ്വപ്ന തുല്യമായ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നിങ്ങൾ പോകുന്ന ഇടമെല്ലാം നിങ്ങളുടെ കീർത്തി പരന്നു പോകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും കാലമാണ് ഈ കാലം. പൊതുവെ പറയുകയാണെങ്കിൽ ചിങ്ങരാശിക്കാർക്ക് 2026 മെയ് മാസം തീരുന്നത് വരെ ഒരു ഉത്സവകാലമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. ചിങ്ങക്കൂറുകാർക്ക് ആൺകുട്ടികൾ, കോളേജിലോ സ്കൂളിലോ പഠിക്കുന്നവർ, ജോലിക്ക് പോകുന്നവർ, പുതിയ വാഹനം നിങ്ങൾക്ക് 11-ാം ഇടത്തിൽ വ്യാഴം വരുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പുതിയ വാഹനം വാങ്ങി അതിലെ ചുറ്റുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കണ്ടകശനി തീർന്നു, അഷ്ടമശനിയിലോട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നതും ഒക്കെ നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ. ഇപ്പം നിങ്ങളുടെ ചിങ്ങരാശിക്കാർ എന്നോട് പൊതുവായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. കണ്ടകശനിയും നല്ലതല്ല, അഷ്ടമശനിയും നല്ലതല്ല. അപ്പോൾ ഈ വ്യാഴമാറ്റം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല നന്മകൾ തരുന്നതെന്ന് നിങ്ങൾ തന്നെ ചോദിക്കും. അതിൻ്റെ ഉത്തരം പറയാം. വ്യാഴം എന്ന് പറയുന്നത് മുഴുക്ക ശുഭഗ്രഹമാണ്. ബാക്കി 8 ഗ്രഹങ്ങളും മുഴുക്ക ശുഭഗ്രഹങ്ങൾ അല്ല. അവർ പാപികളുമാണ്, നല്ലത് ചെയ്യുന്ന ഗ്രഹങ്ങളുമാണ്. അത് ഇരിക്കുന്ന സ്ഥലത്തെ അനുസരിച്ച്. അപ്പോൾ വ്യാഴം ഗ്രഹത്തിന് മാത്രമേ ശനിയുടെ തീവ്രത കുറയ്ക്കാനുള്ള കഴിവുള്ളൂ. അത് തീർച്ചയായിട്ടും ചെയ്യും. അതുമാത്രമല്ല, 11-ാം ഇടത്തിൽ വരുമ്പോൾ, 9-ാം ഇടത്തിൽ വരുമ്പോൾ വ്യാഴം ഗ്രഹം വളരെയധികം ശോഭിക്കും. 9-ാം ഇടം ഭാഗ്യസ്ഥാനമാണ്, 11-ാം ഇടം ലാഭസ്ഥാനമാണ്. നിങ്ങൾക്ക് ഒരു വിധത്തിലും ലാഭത്തിന് കുറവുണ്ടാകുകയില്ല. നിങ്ങൾ വളരെയധികം സന്തോഷമുണ്ടാകും. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായും നടക്കും. ഇതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാലഘട്ടം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ 3-3.25 മാസം വ്യാഴം ഘടകത്തിൽ പോയി ഇരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മലകളിൽ നീലക്കുറിഞ്ഞി ചെറുതായിട്ട് പൂക്കാൻ ആരംഭിക്കും, എന്നിട്ട് വീണ്ടും നിൽക്കും. അതിനുശേഷം കർക്കിടകത്തിൽ 2026 മെയ്ക്ക് ശേഷം നീലക്കുറിഞ്ഞി പൂത്ത് തളിർത്ത് വാസനയോടെ നിൽക്കുന്ന കാലഘട്ടമാണ്.
എല്ലാ ചിങ്ങരാശിക്കാർക്കും ഒരു നല്ല കാലഘട്ടം തന്നെയാണ് ഈ കാലഘട്ടം. ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. കാരണം നിങ്ങളുടെ കണ്ടകശനിക്കും അഷ്ടമശനിക്കും ഇടയിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പറയാനുണ്ട്. സമയക്ലിപ്തത കൊണ്ട് ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദിയുടൻ ഓലച്ചുവടി.